ഇതിനകത്ത് എന്തോ മതവിരുദ്ധമായ എന്തോ ഉണ്ട് സിനിമയിലെന്നൊക്കെ. ഇതിനകത്തൊരു സബ് പ്ലോട്ടിൽ LGBTQ കണ്ടന്റ് ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ചേച്ചി, അപ്പോൾ സിനിമ റിലീസായി കാണാൻ നമുക്കറിയാം, സിനിമ റിലീസായ മുതൽ നല്ല രീതിയിൽ ആൾക്കാരുടെ പ്രതികരണമൊക്കെ നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാവർക്കും കിട്ടുന്നത്. പക്ഷെ എന്നാലും പലരും കമൻറ്റുകളൊക്കെ രേഖപ്പെടുന്നത് എൻ്റെ അടുത്ത തിയേറ്ററിൽ വരുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട്. നമ്മളാണെങ്കിൽ വിഷ്വൽസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതെന്തുകൊണ്ടാണ് എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ റിലീസിങ് ആയിരുന്നു ഈ ചിത്രം? ഓൾ കേരള എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്തിരുന്നു. ഫിയോക്കായിരുന്നു റിലീസ് ചെയ്തത്. തിയേറ്റർ സംഘടന തന്നെയാണല്ലോ ഫിയോക്ക്. ഫിയോക്ക് വഴിയാണ് നമ്മൾ റിലീസ് ചെയ്തേക്കുന്നത്. ഓൾ കേരള പടം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ പടം ഇറങ്ങി എന്നുള്ളത്, പക്ഷേ ഇതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ പലയിടത്തും ഒക്കെ ആണെങ്കിലും സിനിമ ഇറങ്ങി എന്നുള്ളത് സാധാരണക്കാരിലേക്ക് ഒന്ന് എത്താനായിട്ട് വൈകി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണ് തിയേറ്റേഴ്സ് എല്ലാം ഫുള്ളായി വരുന്നതും. തുടക്കത്തിൽ എനിക്കൊന്ന് മൗത്ത് പബ്ലിസിറ്റി കൂടെയാണ് ഇത് കയറി വന്ന കാര്യം. പ്രൊമോഷൻസ് പോസ്റ്റേഴ്സ് കുറവായിരുന്നു, അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇറങ്ങിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഞാൻ ഓർത്തു ഓൺലൈനായിരിക്കും, ആളുകളെല്ലാം ഓൺലൈനിലായിരിക്കും കാണുന്നത് എന്ന് വിചാരിച്ചു. പക്ഷേ കൂടുതൽ ജനങ്ങളും റോഡിൽ ഒട്ടിച്ചേക്കുന്ന പോസ്റ്റേഴ്സ് ഇതൊക്കെ കാണുമ്പോഴാണ് അവർ സിനിമ ഇറങ്ങി എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ അത് വളരെ കുറവായിരുന്നു സിനിമയ്ക്ക്. അതെന്തുകൊണ്ടാണ് ഈ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഇതിനെ ചെയ്യാണ്ടിരുന്നത്? അത് ഞാൻ അങ്ങനെ മനഃപൂർവ്വം അത് കുറച്ചതല്ല. ഞാൻ അടിച്ചു കൊടുക്കാനുള്ള പോസ്റ്റേഴ്സ് എല്ലാം അടിച്ചു കൊടുത്തതാണ്. ഇത് സംഘടനയാണ് ഇത് ഒട്ടിക്കുന്നത്. പക്ഷെ അത് മഴ കാരണം അവർക്ക് ഒട്ടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റേഴ്സ് കുറഞ്ഞു പോയി. അത് കാരണം പടം ഇറങ്ങി എന്നുള്ളത് ആളുകൾ അറിഞ്ഞു വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ പടം ഇപ്പോഴാണ് മൗത്ത് പബ്ലിസിറ്റിയിലാണ്. പടം ഫാമിലി ഓഡിയൻസ് ഭയങ്കരമായിട്ട് വർക്കാവുന്നു. എല്ലാവരും ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, വിസിലടിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഈ വിവാദങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ സിനിമ റിലീസായത്. ഇപ്പോൾ മാം തന്നെ പറയുന്നുണ്ടായി, തിയേറ്ററുകാർക്ക് സെയിൽ നടക്കുന്നില്ല എന്നൊരു കേസ് പറയുന്നുണ്ടായി പല പടങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയത് ഈ വിവാദങ്ങൾ ബാധിച്ചിട്ടുണ്ട് ഈ സിനിമ? അതെനിക്കറിയില്ല. വിവാദങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഓവർസീസ് ബാൻ എന്നുള്ളത് പലരും തെറ്റിദ്ധരിച്ചു. ഇതിനകത്ത് എന്തോ മതവിരുദ്ധമായ എന്തോ ഉണ്ട് സിനിമയിലെന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചു. അത് അങ്ങനെ ഒന്നുമില്ല സിനിമയിൽ. ഇതിനകത്തൊരു സബ് പ്ലോട്ടിൽ LGBTQ കണ്ടന്റ് ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. അത് ഒരു തരത്തിലും ആരെയും ഡാമേജ് ചെയ്യാത്ത രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് നമ്മൾ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അതല്ലാതെ ഇതിനകത്ത് വേറെ നിരോധിക്കേണ്ടതായ ഒരു കാര്യവുമില്ല. ഫാമിലി ഓഡിയൻസിന് വന്നിരുന്ന് കാണാൻ പറ്റുന്ന, കുഞ്ഞുങ്ങളും കുടുംബവുമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന, മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ലിറ്റിൽ ഹാർട്ട്സ്. ഈ പലപ്പോഴും സിനിമയ്ക്കെതിരെയല്ല വിമർശനങ്ങൾ വരുന്നത്, ഈ ഷൈനെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത്. അപ്പോൾ അതിനെ ആസ് എ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നോക്കിയാണ്? ഞാൻ അതിനകത്തൊക്കെ എന്ത് പറയാനായിട്ടാണ്? ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊരിക്കലും സിനിമയുമായിട്ട് കൂട്ടിക്കൊഴിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഇതൊരു ഷൈനികം മാത്രം ചെയ്തേക്കുന്ന സിനിമയല്ല. ഇത് സാൻഡ്ര തോമസ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന, ഷൈൻ ടോം ചാക്കോയും ബാബുരാജും മാലാപാർവതിയും മഹിമ നമ്പ്യാരും എല്ലാം അഭിനയിച്ചിരിക്കുന്ന, ഇതിനകത്ത് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട എല്ലാവരും ഒരുപോലെ നിന്ന് വർക്ക് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സിനിമയായിട്ട് കാണാം, അല്ലാതെ മതവും ജാതിയുമായി കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായം അതും സിനിമയുമായിട്ട് എന്തിനാണ്? കലയ്ക്കെന്ത് ജാതി മതം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുപോലെ തന്നെ പൈസയ്ക്കും, ഞാൻ ഇറക്കിയേക്കുന്ന പൈസയ്ക്കും ഒരു ജാതിയും മതവും ഇല്ല. അപ്പോൾ എനിക്കെന്താ പറയണ്ടേന്ന് അറിയില്ല. എന്തോ ഇപ്പോഴും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, ഇത് ഇനിയെങ്കിലും GCC റിലീസ് ചെയ്യുക. കാര്യം കുഴപ്പമൊന്നുമില്ല എന്ന് എല്ലാവരും പറയുന്ന കേട്ടു. റിവ്യൂസ് വരുന്നുണ്ട്, എല്ലായിടത്തുനിന്ന് റിവ്യൂസ് എല്ലാം വരാൻ തുടങ്ങിയപ്പം GCCയിലുള്ള ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് ഇനിയെങ്കിലും റിലീസ് നടക്കുമോ, ഈ വെള്ളിയാഴ്ച നടക്കുമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഹോപ്പില്ല. ഇനിയും GCCയിൽ അവർ ഒരു പ്രാവശ്യം ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിൻ്റെ ഒരു OTTയോ സാറ്റലൈറ്റ് റിലീസിനോ വേണ്ടി അവർ വെയിറ്റ് ചെയ്യേണ്ടതായി വരും. അങ്ങനെ എന്തെങ്കിലും സംസാരം നടന്നായിരുന്നു ഇതിൻ്റെ സെയില്? കാരണം തിയേറ്ററിൽ നന്നായിട്ട് ഓടിയാൽ മാത്രമാണ് OTT അടക്കം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ സിനിമയെ നന്നായിട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ ഈ സിനിമ OTTയിൽ വരുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇതിൻ്റെ സെയിൽ സംബന്ധിച്ച് പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട്.
പക്ഷേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എൻ്റേതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം ഒരുപാട് ആളുകൾ വാഴുന്നൊരു ഇൻഡസ്ട്രിയാണിത്. അപ്പോൾ അവിടെ എനിക്ക് എൻ്റേതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. നടക്കും എന്നുള്ളൊരു കാര്യം. ഇത്രയും റിസപ്ഷൻ കിട്ടിയൊരു പടം, ഇത്രയും ആളുകൾ ചിരിച്ച് കൈയടിച്ചൊരു സിനിമ ഒരിക്കലും സെയിൽ നടക്കാതിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഇൻഡസ്ട്രിയിൽ ഈ സിനിമ വിജയിക്കരുത് എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ആസ് എ പ്രൊഡ്യൂസർ എന്നല്ലേക്ക് പറഞ്ഞാൽ അങ്ങനെ തോന്നുന്നുണ്ടോ? ലേഡി പ്രൊഡ്യൂസർ തന്നെ എനിക്കതറിയില്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും ഒരാൾ മോശമായി പോട്ടെ എന്ന്, ഒരാൾ നന്നാവരുതെന്നൊന്നും ആരും ചിന്തിക്കുകയല്ലോ. എനിക്കറിയത്തില്ല. അങ്ങനെ ആളുകൾ നിന്നെടുക്കില്ല. കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടാവുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരാൾ നശിച്ചു പോകണം എന്നൊന്നും ചിന്തിക്കുന്ന ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കോമ്പറ്റീറ്റീവ് മൈൻഡിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ, ഇപ്പം ഒരേ സമയത്ത് ഇറങ്ങിയ സിനിമകൾ ഓടുന്ന സമയത്ത് ഒരു സിനിമയെ പൊക്കി പറയും, ഒരു സിനിമയെ താത്തി പറയും. നമുക്ക് അറിയാൻ പറ്റും. ഒരേ പ്രൊഫൈലിൽ നിന്ന് തന്നെ അവിടെ ഇവിടെ മാറി കമൻറ്റ് ചെയ്യുന്ന, ഓടി നടന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള ഇതല്ലാതെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ്. ഇപ്പോൾ പോലും ഇവിടെ വന്നേക്കുന്ന മുഴുവൻ ഇൻഡസ്ട്രിയിലുള്ള ആളുകളാണ്. അതൊക്കെ അവരുടെ സപ്പോർട്ട്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ അവർക്ക് വന്ന് കാണേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ വരുന്നവരാണ് അവരൊക്കെ. എല്ലാവരോടും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഒത്തിരി പേര് കണ്ട് സന്തോഷം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും സിനിമകൾ ചെയ്യാൻ, ഞാൻ ചെയ്തേക്കുന്ന മുഴുവൻ എക്സ്പെരിമെൻ്റൽ സിനിമകളാണ്. ഇതും അങ്ങനൊരു സിനിമയാണ്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു സിനിമയായിട്ട് തോന്നുമെങ്കിലും 3 കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 3 ലവ് സ്റ്റോറീസാണ് പറയുന്നത്. അത് 3 കൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ളൊരു കാര്യമാണ്. എവിടെയും ആരെയും ദ്രോഹിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് തീർക്കാനാണ്. അപ്പം എനിക്ക് ഇനിയും ഇതുപോലത്തെ സിനിമകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ പടം നല്ല നിലാവുള്ള രാത്രിയാണ്. അത് ആണുങ്ങളെ മാത്രം വെച്ച് ചെയ്തൊരു സിനിമയാണ്. ഇത് ആ ജോണറിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി വരാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പം എനിക്ക് കൂടുതൽ സിനിമകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സിനിമകൾ പ്രോത്സാഹിപ്പിച്ച് തന്നെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് സിനിമകൾ ചെയ്യാനായിട്ടുള്ളൊരു ഒരു ആർജവം ഉണ്ടാവുള്ളൂ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നിന്ന് എല്ലാവരും പറയുന്നത് സ്ത്രീ സിനിമാ പ്രവർത്തകർ കൂടുതലായിട്ട് വരണം. പക്ഷേ അങ്ങനെ വരുമ്പോഴും പല സിനിമകളും ഇവിടെ സ്ത്രീകളുടെ നല്ല രീതിയിലുള്ള സാന്നിധ്യമുള്ള സിനിമകളൊക്കെ മറ്റു പല മേഖലകളിലും ഉയർത്തപ്പെടാതെ പോകുന്നുണ്ട്. അതായത് മറ്റുള്ള സിനിമകൾക്ക് കിട്ടുന്ന അത്രയും ഹൈപ്പ് കിട്ടാതെ പോകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? അതിനകത്ത് ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല. ഇപ്പോൾ പോലും എനിക്ക് പബ്ലിക്കായിട്ട് വന്നിട്ട് എൻ്റെ ഒരു വിഷമം പറയാൻ പോലും എനിക്ക് പേടിയാണ്. ഞാനത് പറഞ്ഞാൽ എന്നെ അതിന് നെഗറ്റീവായിട്ടേ ആളുകൾ കാണുള്ളൂ. ഓക്കെ, അവർ ഫീമെയിൽ കാർഡ് ഇട്ടു, അല്ലെങ്കിൽ അവർ വിക്റ്റിം കാർഡ് ഇട്ടു, പിന്നെ എന്തിനാ ഈ പണിക്ക് ഇറങ്ങുന്നേ എന്നൊക്കെ രീതിയിൽ ആളുകൾ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്ന ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിലാണ്. അവിടെ എന്നെ ആണ് പെണ്ണെന്നുള്ള രീതിയിൽ എന്നെ മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വിഷമവും അല്ല എൻ്റെ ഒരു പരാതിയും ഞാൻ എവിടെയും പറയാത്തത്. ഇനി ഓരോ സിനിമയ്ക്കും അത് ഡിസേർവ് ചെയ്യുന്ന ഒരു വിജയം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. അവസാനമായിട്ട് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന സിനിമേനെ കുറിച്ച് പ്രേക്ഷകരോട് എന്താ പറയാറുള്ളത്? ലിറ്റിൽ ഹാർട്ട്സ് ഒരു ലൈറ്റ് ഹാർട്ടഡായിട്ട് എന്താ പറയുക, നമ്മൾ ഒരു 2 മണിക്കൂർ നമ്മളെ എല്ലാം മറന്നിരുന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത് ഫാമിലിയായിട്ട് വന്നിരുന്ന് ചിരിച്ച് സന്തോഷിച്ച് ഒരു നല്ല സിനിമ കണ്ട ഒരു ഫീലായിരിക്കും ലിറ്റിൽ ഹാർട്ട്സ്. നിങ്ങളുടെ ഒരിക്കലും ഞാൻ ഒരു സിനിമ കണ്ടിട്ട് എൻ്റെ പൈസ പോയി എന്നാരും പറയില്ല. അത്രയും സൂപ്പർ പടം എന്നുള്ളതിന് ഓരോ കോളും ഞാൻ ഓരോ ഷോ കഴിയുമ്പോഴും എനിക്ക് ഇഷ്ടംപോലെ കോൾസ് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്ന പടം ഹിറ്റാണല്ലോ, പടം സൂപ്പർ ഹിറ്റാണല്ലോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷം. താങ്ക് യു.